ഇങ്ങനെ ഇതിങ്ങനെ എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞത് മുതലിന്റെ കാലമെന്ന് പറയുന്ന ആ കർമ്മഗതി ഇന്നാണ് ഈ കരിയാണ്. കരിയുടെ ധർമ്മം എന്താണ്? ശുദ്ധനെ ബ്രഹ്മജ്ഞാനിയാക്കുക. അത് അത് എപ്പോഴും അറിഞ്ഞതല്ല. നമ്മുടെ ഈ ക്ഷുദ്രവർഗം, അതായത് വെള്ളാണ് ചെട്ടി ഇങ്ങനെയുള്ള ക്ഷുദ്രവർഗം. അപ്പൊ ആ ക്ഷുദ്രവർഗത്തിന് ഇത് കിട്ടേണ്ട കാലം അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും രണ്ടും ചതുരയുഗം അല്ല കഴിഞ്ഞിരുന്നെങ്കിൽ 25 ചതുരയുഗം ഇങ്ങനെ കഴിഞ്ഞിരുന്നു. ത്രിമൂർത്തിക്ക് അപ്പുറത്തായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പരാശക്തി കഥ പറഞ്ഞ് നിർത്തും. അതിപ്പോ തന്നെ ജുലീന്റെ അടുത്ത് നമ്മൾ കണ്ടില്ലേ, അവിടെ ഈ 3 പേരും കുഞ്ഞുങ്ങളായിപ്പോയെന്നാണ് കണ്ടത്. അപ്പൊ ആ പെണ്ണിന്റെ പാതിവൃത്യത്തെ പറ്റി നമ്മൾ എത്ര മാനിക്കണം? വൃത്തിയുടെ വെറും ഒരു ഭക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോ ആ വൃത്തിയുടെ സ്ഥാനം എന്താ? ഇതെടുത്ത് കുടഞ്ഞെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പൊ ഈ കുടഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലേരിയ വെള്ളമാണ്. അതുകൊണ്ട് ഈ ത്രിമൂർത്തികൾ കൊച്ചായിപ്പോയപ്പോ തിരിച്ചറിയാൻ വയ്യാതെ എടുത്തോണ്ട് പോയെന്നൊക്കെയല്ലേ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ആ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ അവര് മറക്കുന്നത്. ഈ രാത്രി 12 മണിക്ക് ദേവേന്ദ്രനെ ഇരിക്കുന്നു. ദേവേന്ദ്രൻ എവിടെ നിന്ന് ശുദ്ധീകരിച്ചു?